ഹലോ ഗായ്സ്, ഞങ്ങൾക്കൊരു ചെറിയൊരു വിശേഷമുണ്ട്. വേറൊന്നുമല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളെ പുരേ കൂടലാണ്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് മൈലാഞ്ചി ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഉമ്മ ഞങ്ങൾക്ക് മൈലാഞ്ചി അരച്ച് തരുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്കുണ്ടോ ഗൈസ് ഇങ്ങനത്തെ അമ്മായി? അമ്മ എന്താ പറയാനുള്ളേ? പറയാനുള്ളതെന്ന് പറഞ്ഞാല് മരുമക്കളെ സ്നേഹിക്കുക, മരുമക്കൾക്ക് വേണ്ടിയൊക്കെ ചെയ്തു കൊടുക്കുക. അവർ വലിയ കുട്ടികളാണ്, അവര് നമ്മളെ പോലെ ഒന്നല്ല. അവർക്ക് പറയാന്ന് വെച്ചാൽ ഇപ്പൊ ഒലാക്കെട്ടാക്കുക എനിക്കുണ്ട്, ഇപ്പൊ അമ്മയാണ്. എന്നാൽ അതേപോലെ നമ്മള് മരുമക്കളെ സ്നേഹിക്കുക, മരുമക്കൾക്ക് വേണ്ടിയിട്ട് മൈലാഞ്ചി അരച്ചു കൊടുക്കുക. നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് മരുമക്കളെ സഹായിക്കുക, മരുമക്കൾക്ക് ചെയ്തു കൊടുക്കുക. നമ്മൾ ആരോഗ്യം കെടുന്നേരം ഈ സ്നേഹം അവര് നമ്മൾ പ്രായമായാല് നമ്മളിലേക്ക് വരും, ഓട്ടോമാറ്റിക്കിൽ വരും. എന്തോ മാതിരി ഓട്ടോമാറ്റിക് മേലിങ് വരും കേട്ടോ ഗൈസ്. അതെ, നമ്മൾ നല്ല രീതിയിൽ അരക്കുന്നുണ്ട്. ഞാനൊക്കെ ആണെങ്കിൽ എപ്പോഴേ എടുത്തോണ്ട് ഓടിയേനെ. കാരണം വെച്ചാൽ നമുക്ക് ഇത്രയും നേരം ഒന്നും അരച്ച് നിൽക്കാനൊന്നും ആവൂല. ഉമ്മ പക്ഷെ നല്ല രീതിയിൽ ചന്ദനം പോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടാ. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. കയ്യിലിട്ട് അതിൻ്റെ ചുവപ്പും ഒക്കെ പിന്നെ അടുത്ത വീഡിയോസിൽ കാണിച്ചു തരാം. നല്ല ഇതിൽ സ്പെഷ്യലായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്തിട്ടുണ്ട് അല്ലേ? അത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ഈ മൈലാഞ്ചിയുടെ ഉമ്മ ഇത് ഭയങ്കരമായിട്ട് ചുമന്ന് കാണുന്നത് കൈ. അങ്ങനെ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് കുറച്ച് സാധനങ്ങളൊക്കെ ഉമ്മ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരും. നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കും, ഞങ്ങൾക്ക് അതെന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് പറഞ്ഞു തരാം. വേണ്ട, പറയണ്ട. അത് മൈലാഞ്ചിട്ടിട്ട് അതിൻ്റെ ചുവപ്പ് ഞാൻ കാണിച്ചു തരാം. ചുവപ്പ് അതെ. എന്തോന്ന് ഇൻഗ്രീഡിയൻറ്റ് അപ്പോഴേ കാണിച്ചു തരുന്നതാണ്. അമ്മായിമ്മയെ കൊണ്ട് നമ്മളിങ്ങനെ അരയിപ്പിക്കുക. എല്ലാം ചന്ദം പോലെ അരിഞ്ഞിട്ടുണ്ടാ, നല്ല എന്താ പാലിലെ വെണ്ണ പോലെ ആയിക്കണ്ടതാ. നല്ല അരിഞ്ഞിട്ടുണ്ട് കേട്ടാ. നല്ല മണമുണ്ട് കേട്ടാ. നമ്മളെ ഈ മൈലാഞ്ചി ഇട്ടാൽ തന്നെ കഴിക്കാനൊരു മണ, കഴുകിയാലും മൈലാഞ്ചിന്റെ നല്ലൊരു മണം. ഇതാണ് എൻ്റെ അമ്മായിയമ്മ. വേറെ ഇല്ലെങ്കിൽ അങ്ങനെ. പിന്നെ എൻ്റെ അമ്മായിയമ്മ 24 മണിക്കൂർ കൈ വാച്ച് കിട്ടും. നിങ്ങൾ എന്താണെന്ന് ചോദിക്കണ്ട. എൻ്റെ ഉമ്മ എപ്പോഴും പുറത്ത് വേറെ കുറേ ആവശ്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് അയച്ചു വെക്കാനായിട്ട് സമയം കിട്ടൂല അല്ലേ അമ്മ? അയച്ചു വെക്കുമ്പോൾ സമയം കിട്ടൂല, മൈലാഞ്ചി ചേർക്കാൻ സമയം കിട്ടൂല. അതുപോലെ 24 മണിക്കൂർ വീഡിയോസിലില്ല. അപ്പൊ നിങ്ങളിങ്ങനെ കിളി കാണാനാണ്. അങ്ങനെയല്ലാണ് മക്കളെ ഞങ്ങളുടെ വിശേഷങ്ങൾ. നീ ഇത് അരയ്ക്കണം, കയ്യിലിടണം, കുറച്ച് നേരം ഇരിക്കണം. ഞങ്ങൾക്ക് രാത്രി ഇനി അങ്ങോട്ടേക്കൊക്കെ പോകണം. പിന്നെ ഭയങ്കര തിരക്ക്. അതാണ് ലൈവ് ഇപ്പം ഇല്ലാത്ത കാരണം തന്നെ. അതാണ് ഓട്ടപ്പാച്ചിലാണ്. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇൻഷാല്ലാ ഞങ്ങൾ ഒരുപാട് നേരം ലൈവിലൊക്കെ വരും, എല്ലാവരുമായിട്ട് സംസാരിക്കൂ. ഇപ്പം കുറച്ച് തിരക്കാണ് ഞങ്ങൾ. അങ്ങനെ അമ്മായിമ്മയെ കൊണ്ട് ഞങ്ങൾ മൈലാഞ്ചി അരപ്പിച്ച് കയ്യിലിടാൻ പോവുകയാണ് ഗൈസ്. കൈ വരെ നല്ല രീതിയിൽ ചുവന്ന് വരുന്നുണ്ടാ. എന്താ മൈലാഞ്ചിന്റെ പൊന്നി എന്നോട് ഒരേന്നത് മക്കളെ. വേണ്ടാ ഉമ്മ നഖത്തിട്ടേക്കുന്നൊക്കെ ഈ അരച്ച മൈലാഞ്ചി അല്ലേ അമ്മ? ഇതൊക്കെ മുന്നേ ഇട്ടതാ. അങ്ങനെയല്ലാണ് മക്കളെ ഗൈസ്. അപ്പൊ കേട്ടേട്ടമ്മ, ബൈ ബൈ.